എൻ്റെ പേര് ധന്യ ഷാജു. ഞാൻ എറണാകുളം ജില്ലയിൽ നിന്ന് വരുന്നു. ഇതെൻ്റെ മകൾ കൃഷ്ണേന്ദു ഷാജു. ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ ഒരു വലിയൊരു അനുഗ്രഹത്തിന് സാക്ഷി പറയാനാണ്. എനിക്ക് തന്ന എല്ലാ അനുഗ്രഹത്തിനും എൻ്റെ മാതാവിനോട് ഈശോപ്പച്ചനോടും എന്നും ഞാൻ കടപ്പെട്ടവളായിരിക്കുന്നു. എന്നും അമ്മയുടെ നാമം വാഴ്ത്തപ്പെടട്ടെ. എൻ്റെ ഇവിടെ വന്ന ഉടമ്പടി എടുക്കുന്ന ഒരാഴ്ച മുമ്പ് എനിക്ക് വലിയൊരു സ്വപ്ന ദർശനമുണ്ടായി മാതാവിൻ്റെ. ഞാൻ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള പള്ളിയിൽ ചില്ലിൻകൂട്ടിൽ മാതാവിനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മാതാവ് പെട്ടെന്ന് അപ്രത്യക്ഷമായി ആകാശത്ത് മുഴുവനായിട്ടും മാതാവിൻ്റെ മുഖം മാത്രമായിട്ട് നിൽക്കുന്ന ഒരു രൂപമാണ് കണ്ടത്. അതായത് ആകാശം എത്രത്തോളം വലുതാണ് അത്രയും വലിയ മാതാവിൻ്റെ ഒരു രൂപമാണ് ഞാൻ കണ്ടത്. ആ ഒരു ഇടിവെട്ട് വെട്ടിയിട്ടുള്ള ഒരു മുഖം പോലെ എനിക്ക് തോന്നിയത്. കാരണം ഞാൻ അത്രയും പെട്ടെന്നൊരു സ്വപ്നത്തിൽ അത്രയും വലിയൊരു ദർശനം എന്ന് പറഞ്ഞത് എനിക്ക് ഇപ്പോഴും ആ ഒരു സ്വപ്ന ദർശനം ഇപ്പോഴും ഒരു അത്ഭുതം തന്നെയാണ്. ഞാനത് ആ സ്വപ്ന മാതാവിൻ്റെ കണ്ടിട്ട് ഞാൻ എൻ്റെ അമ്മയെന്നും പറഞ്ഞ് എഴുന്നേറ്റു. അതായിരുന്നു എൻ്റെ ദർശനം. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനോട് പറഞ്ഞു, ഞാനിങ്ങനെ മാതാവിൻ്റെ ഒരു സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഫ്രണ്ട് എന്നോട് പറഞ്ഞു, നിനക്ക് എന്തോ മാതാവ് തരാനായിട്ട് വെച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ആ സ്വപ്നം കണ്ടതെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ 2 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ ഇവിടെ എത്തി. അങ്ങനെ ഞാൻ ഉടമ്പടി എടുത്തു. 12/11/2024 ഞാൻ ഉടമ്പടി എടുക്കാൻ വന്നത്. ഇവിടെ ഞാൻ വന്നു. എനിക്ക് ഉടമ്പടിയുടെ കാര്യങ്ങളൊന്നും തന്നെ അറിയില്ല. ഞാൻ ആദ്യമായിട്ട് ഇവിടെ വന്നത്. ഞാൻ അങ്ങോട്ട് വന്ന് ഉടമ്പടി എടുക്കാനായിട്ട് മുകളിൽ കയറി അച്ഛൻ്റെ ടോക്ക് ഉടമ്പടിയുടെ കാര്യങ്ങളെല്ലാം പറയുന്നതെല്ലാം ഞാൻ കേട്ടിരുന്നു. അങ്ങനെ ഞാൻ എൻ്റെ ആദ്യത്തെ നിയോഗം വെച്ചിരുന്നത്, ഞാൻ ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന അഡ്വക്കേറ്റാണ്. അപ്പം ഞാൻ എൻ്റെ കരിയറിൽ എനിക്ക് എങ്ങനെയെങ്കിലും ഇൻഡിപെൻഡൻ്റ് ആവണമെന്നുള്ളൊരു ആഗ്രഹത്തോടു കൂടിയാണ് ഞാനിവിടെ വന്നത്. അതായിരുന്നു എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം. അപ്പം എനിക്ക് എല്ലാ ആഗ്രഹങ്ങളും ഞാൻ നന്നായിട്ട് എഴുതി. എനിക്ക് അങ്ങനെ ആ കമ്പനിയിൽ കിട്ടണം, ഇന്ന സ്ഥലത്ത് ജോലി ലീഗൽ അഡ്വൈസറായിട്ട് കിട്ടണം, അങ്ങനെ ഓരോന്ന് എഴുതി. അങ്ങനെ എൻ്റെ 4ാമത്തെ നിയോഗം ഞാൻ വെച്ചത്, എനിക്ക് എൻ്റെ ഒരു വിശ്വാസം എന്നും നിലനിർത്തണേ എന്നായിരുന്നു. ഞാനത് എഴുതുമ്പോൾ തന്നെ അച്ഛൻ്റെ ടോക്ക് TV-യിൽ പറയണം, നിൻ്റെ വിശ്വാസം എന്നും നിലനിൽക്കുമെന്ന്. അപ്പം തന്നെ എനിക്ക് തോന്നി ഇവിടെ എന്തോ ഒരു അത്ഭുതം നടക്കുന്നുണ്ടെന്ന്. കാരണം അല്ലാണ്ട് ഞാൻ ആ 4ാമത്തെ നിയോഗം എഴുതുമ്പോൾ തന്നെ അച്ഛൻ്റെ ടോക്കും അതായിട്ട് ഒപ്പം പറഞ്ഞ്. അപ്പം എനിക്ക് മനസ്സിലായി ഇവിടെ അത്ഭുതങ്ങൾ എന്തൊക്കെയോ നടക്കുന്നുണ്ടെന്ന് എനിക്ക് അപ്പം തന്നെ കിട്ടി. എൻ്റെ ഇവിടെ വന്നിട്ട് ആദ്യത്തെ അത്ഭുതം അതാണ്. അത് കഴിഞ്ഞ് ഞാൻ ഉടമ്പടി എടുത്ത് എല്ലാ നിയോഗങ്ങളെല്ലാം വെച്ച് പ്രാർത്ഥിച്ചു. ഞാൻ പോയി കഴിഞ്ഞ് എനിക്കൊരു 30 ദിവസത്തിനുള്ളിൽ തന്നെ എനിക്കൊരു കമ്പനിയിൽ നിന്ന് ഇൻ്റർവ്യൂവിന് വിളിച്ചു. അപ്പം ഞാൻ നേരത്തെ വസ്തുക്കളെല്ലാം കൊണ്ടുപോയി എല്ലാം ഇട്ട് പ്രാർത്ഥിച്ചു. ഞങ്ങളൊരു 19 പേരുണ്ടായിരുന്നു അവിടെ ഇൻ്റർവ്യൂവിന്. ഞാൻ മാത്രം എറണാകുളത്ത് നിന്ന്, ബാക്കി എല്ലാവരും പാലക്കാട്, തിരുവനന്തപുരം, കൊല്ലം, അങ്ങനെ പല പല സ്ഥലത്തു നിന്നായിരുന്നു. അവരോടൊക്കെ ഇഷ്ടമാതിരി ചോദ്യങ്ങൾ അവർ ചോദിച്ചു ഇൻ്റർവ്യൂവിന്. അങ്ങനെ അവർ ഇൻ്റർവ്യൂവും കഴിഞ്ഞ് പോയി. അപ്പം ഞാൻ അവരോടൊക്കെ ചോദിക്കുമായിരുന്നു എന്തൊക്കെ ചോദിച്ചു. അങ്ങനെ ഏറ്റവും അവസാനത്തെ എൻ്റെ ഇൻ്റർവ്യൂവിന് വിളിച്ചത്. എന്നെ ഇൻ്റർവ്യൂവിന് വിളിച്ച് അവരെന്നോട് ഒന്നും ചോദിച്ചില്ല. എന്നോട് വീട് എവിടെയാണ് എല്ലാ കാര്യങ്ങളും മാത്രം ചോദിച്ചു. എന്നോട് മാത്രം അവർ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചു. അപ്പോൾ ഞാൻ സർട്ടിഫിക്കറ്റ് കൊടുത്ത ചേച്ചി എന്നോട് ചോദിച്ചു, എന്നോട് ഇവിടെ സർട്ടിഫിക്കറ്റ് തരാൻ പറഞ്ഞിട്ടുണ്ടോയെന്ന്. ഞാൻ പറഞ്ഞു എന്നോട് തരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി വേറെ ആരുടെ കയ്യിൽ നിന്നും ഇവർ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചിട്ടില്ല. അങ്ങനെ അവസാനത്തെ ഇൻ്റർവ്യൂ എൻ്റെ നടത്തി എൻ്റെ സർട്ടിഫിക്കറ്റ് മാത്രം മേടിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായി മാതാവ് എനിക്ക് തന്ന എനിക്ക് വേണ്ടി മാത്രം മാതാവ് ആ ഇൻ്റർവ്യൂ ബോർഡ് ഉണ്ടാക്കിയെന്നുള്ളത് എനിക്ക് മനസ്സിലായി. അങ്ങനെ എനിക്ക് വേണ്ടി മാതാവ് എന്നെ കയറ്റാൻ വേണ്ടി മാത്രമായി ഇൻ്റർവ്യൂ നടത്തി. അതായിരുന്നു എൻ്റെ ഏറ്റവും ആദ്യത്തെ ഉടമ്പടി സാക്ഷ്യം. അങ്ങനെ 30 ദിവസത്തിനുള്ളിൽ തന്നെ എൻ്റെ മാതാവ് എന്നെ കാത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് അങ്ങോട്ട് പല ബാങ്കിൽ നിന്നും ഒക്കെ ഇൻ്റർവ്യൂ കിട്ടി. അങ്ങനെ 2-3 ബാങ്കിലും മൈക്രോ ഫിനാൻസ് കമ്പനികളിൽ, അങ്ങനെ അതിലൊക്കെ പാനലിലൊക്കെ എന്നെ ആഡ് ചെയ്തു. ഇപ്പോൾ എനിക്കൊരു കുഴപ്പമില്ലാത്തൊരു തിരക്കിലുള്ള വക്കീലായി ഞാൻ മാറി. അങ്ങനെ ഇപ്പം എനിക്ക് ഒരു അഹങ്കാരമായിട്ട് പറയേണ്ടതല്ല, മാതാവ് എൻ്റെ പ്രാർത്ഥന അങ്ങോട്ട് കേട്ടു. ഞാൻ എല്ലാ ദിവസവും 3 മണിക്കും 5 മണിക്കും മുമ്പാണ്, ആ ഇടയിലാണ് ഞാൻ പ്രാർത്ഥിക്കാറ്. ഞാനത് പ്രാർത്ഥിക്കുമ്പോൾ വിശ്വാസ പ്രമാണമൊക്കെ ജോസഫ് അച്ഛനെ എഴുതിയിൽ നിന്നൊക്കെ ഞാൻ കുറച്ച് മാറ്റമൊക്കെ വരുത്തി. കാരണം സർവശക്തനായ പിതാവും മാതാവും തിരുകുമാരനും കൃപാസനമ്മയും ഉടമ്പടി മാതാവും യേശുവിൻ്റെ അമ്മയും അങ്ങനെ ഒരു നിരനിരയായിട്ട് അങ്ങോട്ട് പോകും. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ പറയണത്. കാരണം ഞാൻ എൻ്റെ ഒരു മാതാവിനോട് എത്രത്തോളം എടുക്കാൻ പറ്റും അത്രത്തോളം ഞാൻ എടുക്കാൻ നോക്കിയിരുന്നു. 2:30 ഇവിടെ ആ മാതാവ് പ്രത്യക്ഷപ്പെട്ട സമയത്ത്
ഡിസംബർ 7 ആണെങ്കിലും എല്ലാ ദിവസവും 2:30 ആകുമ്പോഴും ചിലപ്പോൾ 2 മണി കഴിഞ്ഞ് 2:15 ആ സമയത്ത് ഞാനത് ഓർത്ത് ഞാൻ വിശ്വാസ പ്രമാണം ചെല്ലാറുണ്ട്. ചില ദിവസം 3 മണിയായിരിക്കും, എന്നാലും ഞാനത് ഒരു ദിവസം പോലും വിടാറില്ല. പ്രത്യേകിച്ചും ഞാനത് എല്ലാ ദിവസവും ശ്രദ്ധിക്കാറുണ്ട്. പിന്നെ ഡിസംബർ 7 2:30 മാധവ് പ്രത്യക്ഷപ്പെട്ട സമയത്ത് ഞങ്ങൾ ഡിസംബർ 7 കഴിഞ്ഞ കൊല്ലമൊക്കെ ഭക്ഷണം ഒന്നും കഴിക്കാതെ മാധവ് പ്രത്യക്ഷപ്പെട്ട സമയത്ത് 2:30 മണി കഴിഞ്ഞ് ഞങ്ങൾ കേക്കൊക്കെ വാങ്ങിച്ച് മാതാവിൻ്റെ ആ രൂപമൊക്കെ ഉള്ള കേക്കൊക്കെ മേടിച്ച് കട്ട് ചെയ്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിച്ച് അരമണിക്കൂറോളം പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ വെള്ളം പോലും കുടിച്ചത്. അത്രയും ഞങ്ങൾ കടപ്പെട്ടവളായിരിക്കുന്നു. പിന്നെ ഈ ജീവിതം പോരാ ഈ നന്ദി പറയാനായിട്ട് എനിക്ക്. അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് എൻ്റെ മോളുടെ കാര്യമാണ് ഉള്ളത്. മോൾ SSLC ആണ്. മോൾക്ക് അത്ര നന്നായിട്ട് അവൾ പഠിക്കുകയൊന്നുമില്ല. പക്ഷേ അവസാനത്തെ പരീക്ഷയുടെ സമയത്ത് ഞാൻ ഉപവാസമൊക്കെ എടുത്ത് പ്രാർത്ഥിക്കും. അങ്ങനെ എല്ലാ പരീക്ഷയ്ക്കും ഞാൻ ഉപവാസം എടുത്തിരുന്ന് മാതാവിൻ്റെ ആ പരീക്ഷയുടെ സമയത്തൊക്കെ മാതാവിൻ്റെ പ്രാർത്ഥനയൊക്കെ ചൊല്ലി മോളാണെങ്കിലും ഉപ്പും എല്ലാ നേർച്ച വസ്തുക്കളെല്ലാം കൊണ്ട് എല്ലാ പിള്ളേർക്കും കൊടുക്കുമായിരുന്നു. പിന്നെ അച്ഛൻ്റെ ബ്ലെസ്സിങ്സ് ഞങ്ങൾ വാങ്ങിച്ചിരുന്നു പരീക്ഷ കഴിഞ്ഞിട്ടാണെങ്കിലും. അങ്ങനെ തന്നെ മാതാവിൻ്റെ ഒരു സാക്ഷി ഒരു കുട്ടിയുടെ ഒരു സാക്ഷി ഞാൻ കേട്ടു. അവർക്ക് കിട്ടിയേക്കണത് മാതാവിൻ്റെ നമ്പറായ 6 ആണെന്നുള്ളത്. അതുകൊണ്ട് തന്നെ ആ സാക്ഷ്യം കേട്ടപ്പോൾ തന്നെ ഞാൻ എൻ്റെ മോളോട് പറഞ്ഞു, ഹോൾ ടിക്കറ്റ് എടുത്ത് നോക്കും നമ്പർ എത്രയാണെന്ന്. ആ നമ്പറും കൂട്ടി വന്നപ്പോഴും 6. അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ഞങ്ങളുടെ കൂടെ മാതാവ് ഉണ്ടെന്ന്. അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് 6ൻ്റെ ഒരു ഇതായിരുന്നു, നിരനിരയായിട്ടുള്ള ഒരു അനുഗ്രഹമായിരുന്നു. ഇവൾക്ക് മാർക്ക് കിട്ടിയപ്പോഴും 92% മാർക്ക് ഉണ്ടായിരുന്നു. അതുകൂടാതെ +1 അഡ്മിഷൻ കിട്ടിയതും ഒക്കെ 6. പക്ഷേ ഞങ്ങൾ ഒരിക്കലും വിചാരിക്കാത്ത ഒരു റിസൾട്ടായിരുന്നു 92% മാർക്ക് കിട്ടണം എന്നുള്ളത്. പിന്നെ എൻ്റെ മോൾക്ക് യൂട്രസിൽ സിസ്റ്റിൽ 2 ചെറിയ സിസ്റ്റ് ഉണ്ടായിരുന്നു. അത് ഞങ്ങൾ എല്ലാ നേർച്ച വസ്തുക്കളും വെച്ച് എല്ലാ ദിവസവും പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞിരുന്നു ഒരു 5-6 മാസം കഴിയുമ്പോൾ ഫോളോ അപ്പ് വേണമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ ഉടമ്പടിയിൽ ഈ പ്രാർത്ഥന ഞാൻ നിയോഗം വെച്ച് എഴുതിയിരുന്നു. അങ്ങനെ 6-7 മാസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഡോക്ടർ ലക്ഷ്മി ഹോസ്പിറ്റലിൽ ചെന്ന് സ്കാൻ ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇപ്പോൾ സിസ്റ്റ് ഒന്നുമില്ല, ഒരു കുഴപ്പവും ഇല്ല എന്ന് പറഞ്ഞ് ഡോക്ടർ ആ റിപ്പോർട്ട് അങ്ങോട്ട് വലിച്ചെറിയാണ് ചെയ്തത്. കാരണം അവർക്ക് ആ സിസ്റ്റമൊന്നും കാണാത്തതുകൊണ്ട് അവർക്ക് ദേഷ്യമായി ഞങ്ങളോട്. അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി മാതാവ് ഇടപെട്ട് ഞങ്ങൾക്ക് ആ രോഗമുക്തി കിട്ടി എന്നുള്ളത്. പിന്നെ ഈ 2:30 3 മണിക്കും 5 മണിക്കിടയിലാണ് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കാവുന്നത്. 4:30 വിട്ട് ഞാൻ ഒരിക്കലും ഇന്നേ വരെയും പോയിട്ടില്ല പ്രാർത്ഥന വെളുപ്പിന്. പ്രത്യക്ഷകരണ പ്രാർത്ഥന ചെല്ലുമ്പോൾ ഒരു ദിവസം ഞാൻ എത്തിയപ്പോൾ 5:15 അപ്പോഴേക്കും മാതാവിൻ്റെ ബുക്ക് ആ സ്റ്റാൻഡിൽ ഞാൻ ജനാലിൻ്റെ അവിടെയാണ് വെച്ച് പ്രാർത്ഥിക്കാറ്. ജനാലിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ വീണ് കിടക്കുകയാണ് കണ്ടത്. അത് ഞാൻ അത്ര ശ്രദ്ധിക്കപ്പെട്ടിരുന്നില്ല. പിന്നെയും 2 ദിവസം കഴിഞ്ഞപ്പോഴും ഞാൻ 5:15 ആകുമ്പോഴേക്കും നോക്കുമ്പോഴും ബുക്ക് മാതാവിൻ്റെ താഴെ വീണ് കിടക്കണം. അപ്പോൾ എനിക്ക് 2-3 ദിവസം ഇങ്ങനെ ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി മാതാവിന് ഞാൻ 3:30-ക്കും 4 മണിക്കൊക്കെ പ്രാർത്ഥിക്കണതാണ് ഇഷ്ടം, 5:15 പ്രാർത്ഥിക്കണ ഇഷ്ടമല്ലെന്ന് എനിക്ക് മനസ്സിലായി. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, ഇനി ഈ ബുക്ക് താഴെ വീഴരുത് മാതാവി, ഞാൻ എന്തായാലും 5 മണിക്കുള്ളിൽ ഇരുന്ന് പ്രാർത്ഥിച്ചോളാം. പക്ഷേ ചില സമയത്തൊക്കെ രാത്രിയൊക്കെ വൈകി കിടക്കുമ്പോൾ അതുപോലെ തന്നെ മിഞ്ഞാവുന്ന ഞാൻ വൈകിയാണ് കിടന്നത്. അതുപോലെ 5:45 ഞാൻ എഴുന്നേറ്റു. അപ്പോഴേക്കും എന്നെ ധന്യെന്ന് എനിക്കൊരു പേര് കേട്ടു. അപ്പോഴേക്കും ഞാൻ വേഗം ചാടി എഴുന്നേറ്റു. അപ്പോൾ എനിക്ക് മനസ്സിലായി 2-3 ദിവസമായിട്ട് അടുപ്പിച്ച് എനിക്ക് നല്ല മുല്ലപ്പൂൻ്റെ സുഗന്ധാഭിഷേകം ഉണ്ടായി. അപ്പോൾ എനിക്ക് മനസ്സിലായി സാക്ഷി പറയാനായിട്ടുള്ള സാക്ഷിയാവാൻ മാതാവ് എന്നെ സാക്ഷിയാക്കി എനിക്ക് സാക്ഷ്യം പറയാനുള്ള അവസരം അടുത്ത് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ സാക്ഷ്യം പറയാനായിട്ട് ഞങ്ങൾ നല്ല വ്രതമൊക്കെ എടുത്തിട്ടാണ് വന്നേക്കുന്നത്. എൻ്റെ മോളുടെ എക്സാമിനും ഞാൻ ഉപവാസം എടുത്ത് നന്നായിട്ട് പ്രാർത്ഥിച്ചിരുന്നു. സ്കൂളിൽ ടീച്ചർ പറഞ്ഞിരുന്നു ഏതെങ്കിലും ഒരു ഇഷ്ടമുള്ള വസ്തു മാത്രം ഉപേക്ഷിച്ച് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മതി. പക്ഷേ ഞങ്ങൾ എല്ലാ ഇഷ്ടമുള്ള വസ്തുക്കളും ഉപേക്ഷിച്ച് വെജ് മാത്രം കഴിച്ച് അങ്ങനെയാണ് ഞങ്ങൾ ഉപവാസം എടുത്ത് പ്രാർത്ഥിച്ചത്. പിന്നെ ഞാൻ എല്ലാ ബുധനാഴ്ചയും ശനിയാഴ്ചയും ഞാൻ ഉപവാസം എടുക്കും. കാലത്ത് എന്തെങ്കിലും കഴിച്ചിട്ട് പിന്നെ ഞാൻ വൈകുന്നേരം പ്രാർത്ഥന എത്തിയിട്ട് മാത്രമേ ഞാൻ കഴിക്കാറുള്ളൂ. അങ്ങനെ എത്രത്തോളം മാതാവിനോട് ചേർന്ന് നിൽക്കാൻ പറ്റുമോ അത്രത്തോളം ചേർന്ന് നിൽക്കാനേ നോക്കിയിട്ടുള്ളൂ. പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അനാഥാലയത്തിലോട്ടൊക്കെ അരിയൊക്കെ വാങ്ങിച്ചു കൊടുക്കാറുണ്ട്. പിന്നെ ഞാൻ എവിടെയെങ്കിലും ഇവിടെ നിന്ന് പത്രം വാങ്ങിച്ച് ഞാൻ കൊണ്ടുപോകാറുണ്ട്. പിന്നെ റോട്ടിൽ ആരെങ്കിലുമൊക്കെ പത്രമൊക്കെ കൊടുക്കണമെങ്കിൽ ഞാൻ അവരോട് 5-6 എണ്ണം കൂടുതൽ വാങ്ങിക്കും. അപ്പോൾ അവരെന്നോട് പറയും ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരാളെ കാണണേന്നുള്ളത്. പക്ഷേ ഞാൻ ചെയ്യേണ്ട തെറ്റാണ്, കാരണം അവർ കൊടുക്കേണ്ട പത്രം അവർ തന്നെ കൊടുക്കണം. പക്ഷേ എനിക്ക് മാതാവിനുള്ള സ്നേഹം കൊണ്ട് ഞാൻ ഇവിടെ കൂടുതൽ പത്രം വാങ്ങിച്ച് ഞാൻ കൊടുക്കും.
പിന്നെ ഇത് എത്രത്തോളം എനിക്ക് കൃപാപത്രം കൊടുക്കാൻ പറ്റുമോ അത്രത്തോളം കൊടുക്കാൻ എനിക്ക് ഇഷ്ടമുള്ളൂ. എനിക്ക് കിട്ടണ വരുമാനത്തിൽ നിന്ന് ഒരു ചെറിയൊരു തുക ഞാൻ എപ്പോഴും മാറ്റി വയ്ക്കാറുണ്ട്. കാരണം അത് ഇവിടെ ഞാൻ കൊണ്ടുവന്ന് ഈ കൃപാസന പത്രം പ്രസിദ്ധീകരിക്കാൻ ഞാൻ കൊടുക്കും. അത് എനിക്ക് മാതാവ് തന്ന അനുഗ്രഹത്തിന് എനിക്ക് നന്ദി പറയാനാണുള്ളത്. അത് അനാഥാലയത്തിൽ പോയിട്ട് ഞാൻ അരി വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഭിക്ഷക്കാർക്കാണ് കൂടുതലും ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ രണ്ടാൾക്കാർക്ക് ഞാൻ അങ്ങനെ ഒരു ഡ്രസ്സ് വാങ്ങിച്ചു കൊടുത്തിട്ട് അവരാ ഡ്രസ്സ് ഭിക്ഷ എടുക്കുന്ന ആളായതുകൊണ്ട് അവരത് വാങ്ങിച്ചു. പക്ഷെ അവരത് ഡ്രസ്സ് എടുത്ത് കണ്ടിട്ടില്ല ഞാൻ പിറ്റേ ദിവസം നോക്കുമ്പോൾ. പിന്നെ എനിക്കത് ചെയ്യാനല്ലേ പറ്റുള്ളൂ. പിന്നെ അവരെ ധരിപ്പിക്കാൻ എനിക്ക് പറ്റൂലല്ലോ. അങ്ങനെ ഞാൻ അവർക്ക് കൂടുതലും ഭിക്ഷക്കാർക്ക് ഞാൻ നല്ലോണം സഹായം ഞാൻ ചെയ്യാൻ നോക്കാറുണ്ട്. ഇവിടെ വരുമ്പോഴും ഞാൻ 2 പൊതി ചോറെങ്കിലും ആർക്കെങ്കിലും കൊടുക്കാറുണ്ട്. കാരണം മാതാവിൻ്റെ മുന്നിലുള്ളവർക്ക് കൊടുത്തിട്ടേ ബാക്കിയുള്ളവർക്ക് കൊടുത്തിട്ട് കാര്യമുള്ളൂ. പിന്നെ വേറൊരു കാര്യം, എനിക്ക് സൗഖ്യപ്പെട്ടത്, എനിക്ക് മൈഗ്രെയിൻ ഭയങ്കര തലവേദനയായിരുന്നു. ഒരു 4-5 മണിക്കൂർ എനിക്ക് ആ തലവേദന മാറൂല, അങ്ങനെ ഒരു തലവേദനയായിരുന്നു. പക്ഷെ ആ തലവേദന എനിക്ക് ഉണ്ടെന്നുള്ള കാര്യം ഞാൻ മറന്നേ പോയി. ഈ ഉടമ്പടിയിലൂടെ അങ്ങനത്തെ ഒരു രോഗം ഉണ്ടെന്ന് ഞാൻ മറന്നുപോയി. പിന്നെ എനിക്ക് ഒരു ദിവസം ഒരു തലവേദന വന്ന് കുറച്ച് നേരം നിന്നപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്, ഈ ഒരു തലവേദന എൻ്റെ മാറിപ്പോയല്ലോ എന്ന്. അങ്ങനെ എന്നും ഈ ജീവിതം പോരാ മാതാവിനോട് നന്ദി പറയാനായിട്ട്. എന്നും ഞാൻ കടപ്പെട്ടവളായിരിക്കുന്നു. എന്നും ഞാൻ ഈ ഉടമ്പടിയിൽ തന്നെ ജീവിക്കും. എല്ലാത്തിനും അനുഗ്രഹത്തിനും നന്ദി മാതാവേ. ഈശോപ്പച്ചനും നന്ദി. 16-ാം സങ്കീർത്തനം 5-6 തിരുവചനങ്ങൾ. കർത്താവാണ് എൻ്റെ ഓഹരിയും പാനപാത്രവും, എൻ്റെ ഭാഗധേയം അവിടുത്തെ കരങ്ങളിലാണ്. അഭികാമ്യമായ ദാനമാണ് എനിക്ക് അളന്നു കിട്ടിയിരിക്കുന്നത്, വിശിഷ്ടമായ അവകാശം എനിക്ക് ലഭിച്ചിരിക്കുന്നു. ധന്യ ഷാജു എന്ന അഡ്വക്കേറ്റ് ധന്യ ഷാജു തൻ്റെ മകൾ കൃഷ്ണേന്ദുവിനോടൊപ്പം വന്നാണ് ഇവിടെ തൻ്റെ വലിയ ശക്തമായ പ്രത്യക്ഷീകരണ സാക്ഷ്യമേറ്റ് പറയുന്നത്. ഒരിക്കൽ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ ഈ അൾത്താരയിൽ പറയുകയുണ്ടായി, നമുക്ക് എന്തെങ്കിലും പാകപ്പിഴ വന്നാൽ അമ്മയുടെ അക്കൗണ്ടിൽ നിന്ന് നമുക്ക് ജാമ്യം കിട്ടുമെന്ന് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ ഒരു തവണ നമ്മെ ഓർമ്മിപ്പിക്കുകയുണ്ടായി. നമ്മ എപ്പോഴും ഓർമ്മിപ്പിക്കുന്നൊരു കാര്യമാണ്, ജാമ്യം നിൽക്കുന്ന ഒരാളാണ് അമ്മ. നമ്മുടെ ഏതൊരു ജീവിതാവസ്ഥയിലും നാം എത്തി നോക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലുമെല്ലാം കുറവുകളുണ്ടെങ്കിൽ ഉടമ്പടിയിലായിരിക്കുന്ന മക്കൾക്ക് എപ്പോഴും പരിശുദ്ധ അമ്മ കൂടെ നിൽക്കുന്ന അനുഭവം, സാമീപ്യവും അതുപോലെ തന്നെ സുഗന്ധ അഭിഷേകത്തിലൂടെയും സ്വപ്ന ദർശനത്തിലൂടെയും എല്ലാം കമ്മ്യൂണിക്കേഷൻ വഴിയായി ഈ മകളെ ഒരുപാട് പരിശുദ്ധ അമ്മ ഈശോയിലേക്ക് അടുപ്പിച്ചതിൻ്റെ ഒരു പ്രത്യക്ഷീകരണ സാക്ഷ്യമാണ് അഡ്വക്കേറ്റ് തന്നെ ഇവിടെ ഏറ്റുപറഞ്ഞത്. ഹൈക്കോർട്ട് അഡ്വക്കേറ്റ് ആയിരിക്കുന്ന ഒരു വ്യക്തി, നമുക്കറിയാവുന്നതുപോലെ വളരെ എലൈറ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തി ഇവിടെ സാക്ഷ്യം പറയുമ്പോൾ എത്രമാത്രം ഉടമ്പടി വളരെ തറവായി പഠിച്ച് അതിൻ്റെ ഡൈനാമിസം, മെക്കാനിസം, അതുപോലെ ഇതിൻ്റെ അടിയൊഴുക്കുകളെല്ലാം അറിഞ്ഞതിന് ശേഷമാണ് ഈ സഹോദരിയുടെ ഉടമ്പടിയിൽ വന്ന് ഒപ്പുവെക്കുന്നത്. ഇവിടേക്ക് അമ്മ തന്നെ ക്ഷണിച്ചു കൊണ്ടുവരുന്നതാണ്. കാരണം ഇവിടെ വരുന്നതിന് 2 ദിവസം മുമ്പാണ് വലിയ ആകാശത്തിൽ, വലിയ ബിഗ് സ്കൈ എന്ന് US പറയുന്നത് പോലെ വലിയ ആകാശത്തിൽ വലിയ രൂപത്തിലാണ് പരിശുദ്ധ അമ്മ അനുഗ്രഹിച്ചുകൊണ്ടുള്ള ഒരു വലിയ ദർശനം, സ്വപ്ന ദർശനം ഈ മകൾക്കുണ്ടായത്. പരിശുദ്ധ അമ്മ ഇവിടെ ആകർഷിച്ചിട്ടാണ് എല്ലാ മക്കളും ഇവിടെ വന്ന് ഉടമ്പടി ചെയ്ത് പ്രാർത്ഥിക്കുന്നത്. സമയച്ചുരുക്കത്തിൻ്റെ അമ്മ തൻ്റെ ഒരു ചെറിയ സങ്കടം, എനിക്കൊരു പ്രൊമോഷൻ തരണമേ എന്നുള്ള ആ പ്രാർത്ഥന 1 മാസത്തിനുള്ളിലാണ് പ്രാർത്ഥനാ നിയോഗത്തിൻ്റെ ആ ഒരു വലിയ സാധ്യത ഈ മകൾക്ക് ഉണ്ടായത് എന്നേറ്റു പറയുന്നു. അതിനുശേഷം വളരെയധികം ഇൻ്റർവ്യൂസും നല്ല നല്ല റെപ്യൂട്ടഡ് കമ്പനികളിൽ അഡ്വക്കേറ്റായി ജോലി ചെയ്യാനുള്ള സാധ്യതകളും ഈശോ തുറന്നു കൊടുത്തതായി ഈ മകളോട് ഏറ്റു പറയുകയാണ്. പരിശുദ്ധ അമ്മയോടുള്ള സ്നേഹമെന്തം ഒരുപാട് കാര്യങ്ങളാണ് ഈ മകൾ ചെയ്യുന്നത്. 2:30 സമയത്ത് എനിക്കെപ്പോഴും അമ്മയോട് ചേർന്നിരിക്കണം, അമ്മയുടെ പ്രാർത്ഥനകൾ ചെല്ലണം, അമ്മയോട് വിശ്വാസപ്രമാണം ചൊല്ലി അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അതുപോലെ ഫാമിലിയുടെ ഒരു ഫാമിലി മെമ്പറാണ് പരിശുദ്ധ അമ്മയുടെ ആഘോഷങ്ങൾ, ബർത്ത്ഡേ ആഘോഷിക്കുന്നതും കേക്ക് കട്ട് ചെയ്യുന്നതും, അതുപോലെ തന്നെ ഏതെങ്കിലുമൊക്കെ നിയോഗങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ തൻ്റെ മകളുടെ ആവശ്യങ്ങൾക്കായാലും പരീക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങുമ്പോഴായാലും വ്രതം ചെയ്ത് ഉപവസിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയോട് ഉപവാസ പ്രാർത്ഥനയോടെയാണ് മധ്യസ്ഥം ഉപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്നത്. അതെല്ലാം നമുക്ക് വലിയ പ്രേരണ നൽകുന്നതാണ്. ഒരു അക്രൈസ്തവയായ മകൾ ഇവിടെ നിന്ന് ഏറ്റു പറയുന്നത് ഈശോയെ സ്നേഹിക്കുവാൻ പരിശുദ്ധ അമ്മ എത്രമാത്രം ഈ മകളെ കൂട്ടിച്ചേർക്കുന്നു എന്ന് ഈ മകൾ ഏറ്റു പറയുകയാണ്. സുഗന്ധാഭിഷേകത്തിലൂടെ പരിശുദ്ധ അമ്മ ഓരോ നിമിഷവും സാമീപ്യം നൽകുമ്പോൾ എത്രമാത്രം ആനന്ദമാണ് തനിക്കുണ്ടാകുന്നതെന്ന് ഏറ്റു പറയുകയുണ്ടായി.
ഉടമ്പടി ദൈവത്തെ ലക്ഷ്യം വെച്ച് ജീവിക്കുന്ന ഒരു വലിയ സുവിശേഷ പദ്ധതി കൂടിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. കാരണം പത്രം മറ്റുള്ളവർ കൊടുക്കുമ്പോൾ അവരിൽ നിന്ന് വാങ്ങി എൻ്റെ ഒരു കൊതിയോടെയാണ് ഞാൻ ഈശോയെക്കുറിച്ച് സംസാരിച്ചുകൊണ്ട്, പരിശുദ്ധ അമ്മയെക്കുറിച്ച് സംസാരിച്ചുകൊണ്ട് പത്രം കൊടുക്കുന്നതെന്ന് നമ്മൾ പറയുന്നു. ഇവിടെ നിയോഗങ്ങൾക്ക് പ്രാധാന്യമില്ല. അമ്മ പറയുന്നത് പോലെ എനിക്ക് അമ്മ എല്ലാം തരുന്നതുകൊണ്ട് ഇനി എനിക്കൊന്നും ചോദിക്കേണ്ടി വരുന്നില്ല. ഇതൊരു ഉഭയകക്ഷി ബന്ധമായതുകൊണ്ട് ദൈവവുമായുള്ള ആത്മബന്ധം വളരേണ്ടത് ആവശ്യമാണെന്ന് അഡ്വക്കേറ്റ് ഓൾറെഡി മനസ്സിലാക്കി കഴിഞ്ഞു. ക്രിസ്തുവിനെ കൈമാറുന്നതിന് വേണ്ടി ഈ വിശ്വാസവും പ്രത്യാശയും സ്നേഹവും കൈമാറിക്കൊണ്ട് ജീവിക്കാനുള്ള ഇവരുടെ വലിയ വിളിക്കായി ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം. ഇവരുടെ ജീവിതത്തിൽ ലഭിച്ചിട്ടുള്ള എല്ലാ സൗഖ്യത്തിനും നന്മകൾക്കും കൃപകൾക്കും